അപ്പോൾ കായലോരം റിസോർട്ടുകാർ അവരുടെ ഹൗസ് ബോട്ടിനകത്താണ് ചെമ്മീൻ കൊണ്ടുള്ള വിഭവം തയ്യാറാക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഹൗസ് ബോട്ടിൻ്റെ അകത്തേക്ക് പോകാം. ഇപ്പോൾ ഏതാണ്ട് സൺ സെറ്റിംഗ് ടൈം ആയിക്കഴിഞ്ഞു. നമ്മൾ നല്ലൊരു വൈകുന്നേരമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സൂര്യാസ്തമയത്തിൻ്റെ സമയമാണ്. കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു ഭംഗി നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ കായലൊന്നും കാണാൻ സാധിക്കില്ല, ലൈറ്റ് മങ്ങി തറന്നു. പക്ഷെ നമ്മളെന്തായാലും അകത്തേക്ക് പോവുകയാണ്. ഇതാണ് ഇവരുടെ ഹൗസ് ബോട്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ കായലോരം റിസോർട്ടിലെ അവരുടെ തന്നെ ഇതിലുള്ള എന്താ പറയുക, അവരുടെ ഭാഗമായിട്ടുള്ള ഈ ഒരു ഹൗസ് ബോട്ടിൻ്റെ അകത്താണ് കുക്കിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് കുക്കിംഗ് ഇപ്പോൾ ഒരു ഹോട്ടൽ അല്ലെങ്കിൽ ഒരു റിസോർട്ടിൻ്റെ കുക്കിംഗ് ആണെന്നൊന്നും ധരിക്കേണ്ട. കാര്യം ഒരു വീട്ടമ്മ കുക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് കാര്യം. ഈ റിസോർട്ടിൻ്റെ ഉടമയായ അപ്പു അല്ലേ, മിസ്റ്റർ അപ്പുവിൻ്റെ സഹോദരിയാണ് ലിസി. പുള്ളിക്കാരിയുടെ കൈപ്പുണ്യമാണ് നമ്മൾ കാണാൻ പറ്റുന്നത്. അത് പക്ഷേ ഈ റിസോർട്ടിൽ കൊടുക്കുന്ന ഭക്ഷണം ഇതേ രീതിയിൽ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് കൊഞ്ച് റോസ്റ്റാണ്, കൊഞ്ച് റോസ്റ്റ്. പിന്നെ ഈ ഒരു റിസോർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഫ്രഷ് ആയിട്ട് മീൻ പിടിച്ച് ചെയ്യുന്നത് വീട്ടുകാർ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. അത് ശരി. അപ്പോൾ ഇവിടെ എല്ലാ ദിവസവും ഉണ്ടാവും അല്ലേ? അത് ശരി, അത് കൊള്ളാം. അപ്പോൾ ഒരു ഫാമിലി ബിസിനസ് എന്ന് പറയാം. ആ കൂട്ടത്തിൽ ഫാമിലി മെമ്പേഴ്സിൻ്റെ സഹകരണമാണ് ഇതിൽ ഏറ്റവും വലിയ പ്രധാന ഘടകം. അപ്പോൾ ഇവിടെ മീൻ പിടിക്കുകയെന്ന് വെച്ചാൽ ഇവിടെ കായൽ കിട്ടുന്ന കൊഞ്ച് പിടുത്തം, പിന്നെന്തൊക്കെ മീനാണ്, കരിമീൻ, ഞണ്ട്, പിന്നെ കണമ്പ് ഇതെല്ലാം ഫ്രഷായിട്ട് പിടിച്ച് കൊണ്ടുവന്ന് നമ്മളുടെ ഫ്രണ്ടിൽ വെച്ച് തന്നെ വേണമെങ്കിൽ കുക്ക് ചെയ്ത് ചിപ്പി, കക്ക അങ്ങനെയുള്ള എല്ലാ കായൽ പ്രോഡക്ട്സും ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കൊഞ്ച് റോസ്റ്റാണ് കാണാം. അപ്പോൾ തുടങ്ങിയാലോ? അപ്പോൾ ഇതിൽ ചേരുവകളെന്ന് പറയുന്നത് പിന്നെ വെളിച്ചെണ്ണ, കടുക്, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ടൊമാറ്റോ, പുളി അല്ലേ, പുളി പിഴിഞ്ഞത്, പിന്നെ ഉലുവ പൊടിച്ചത്, കുരുമുളക് പൊടിച്ചത്, മല്ലിപ്പൊടി, മുളക് പൊടി സമം മല്ലിമുളക് വറുത്ത് പൊടിച്ചത്, പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട്. പിന്നെ ചെറിയ ഉള്ളി, പിന്നെ കൊഞ്ച്. അപ്പോൾ എണ്ണ നല്ല ചൂടായി അല്ലേ? ഇനിയിപ്പോൾ കടുകിടാൻ പോവാണ്. ഫസ്റ്റ് താളിക്കലാണ്. കടുക്, പച്ചമുളക്, കറിവേപ്പിലയിട്ട് സാധാരണ താളിക്കലാണ്. പിന്നെ ഇനി ചേർക്കാൻ പോകുന്നത് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ഏതാണ്ട് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി അരിഞ്ഞത്, നീളത്തിൽ അരിഞ്ഞത് ഏതാണ്ട് ഒരു 1.5 ടേബിൾ സ്പൂണോളം, ഒരു 4 പച്ചമുളക് രണ്ടായിട്ട് പിളർന്നത്. താളിക്കൽ കഴിഞ്ഞു. പിന്നെ ഇഞ്ചി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി അരിഞ്ഞത് 1.5 ടേബിൾ സ്പൂണോളം, പിന്നെ ഒരു 4 പച്ചമുളക് രണ്ടായിട്ട് മുറിച്ചത്. ഇതെല്ലാം 1 കിലോ കൊഞ്ചിന് കണക്കിട്ടാണ് അല്ലേ, ആണ് ഇപ്പോൾ ഈ ഒരളവ് ചേർത്തിരിക്കുക. അപ്പോൾ ഇത് ഏതാണ്ട് ഒരു മൂത്ത് തുടങ്ങുമ്പോൾ ഒരു പകുതി ആകുമ്പോഴത്തേക്കും ചെറിയ ഉള്ളി ഇടും. വാടി തുടങ്ങുമ്പോൾ തന്നെ ചെറിയ ഉള്ളിയാണ് ഇവിടെ കൂടുതലായിട്ട് കാണുന്നത്. എത്ര ഇടും ഇപ്പോൾ? ഇത് 1/2 കിലോ. ഇത് മുഴുവനും ചേർക്കും. അപ്പോൾ ഇതിൻ്റെ സ്വാദ് വരുന്നത് ചെറിയ ഉള്ളിയിലാണ്, മനസ്സിലായല്ലോ. പക്ഷേ ഈ ഒരു കാര്യമാണ് ഏറ്റവും പാടുള്ളൊരു കാര്യം അല്ലേ, ഇത്രയും ചെറിയ ഉള്ളി വൃത്തിയാക്കി ഇങ്ങനെ ആക്കിയെടുക്കുക എന്നുള്ളത്. പക്ഷേ അത് സ്വാദ് കൂട്ടുന്ന കാര്യമാണ്. ഇത് 1/2 കിലോ ചെറിയ ഉള്ളി നീളം. ചെറിയ ഉള്ളി 1/2 കിലോ നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ച് അതിടും. അതിനോടൊപ്പം തന്നെ മഞ്ഞൾപ്പൊടി എത്ര, 1/2 ടീസ്പൂണാണ്, ഏതാണ്ട് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കുറച്ച് ഉപ്പും കൂടി ചേർക്കാൻ പോവാണ്. അപ്പോൾ ചെറിയ ഉള്ളി ചേർത്തു. അതിനോടൊപ്പം തന്നെ ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. പിന്നെ ഉപ്പ് ചേർക്കുന്ന പെട്ടെന്ന് മൂത്ത് കിട്ടാനായിരിക്കും അല്ലേ, പിടിക്കുകയും ചെയ്യും. ഇനി ഇത് കഴിഞ്ഞാൽ അടുത്ത് ഇടാൻ പോകുന്ന കൊഞ്ച് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇനി കളർ മാറി തുടങ്ങുമ്പോഴാണോ കൊഞ്ച്? ഓക്കെ, അപ്പോൾ ചെറിയ ഉള്ളിയുടെ നിറം മാറി ഒരു ഇളം ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ കൊഞ്ച് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. കൊഞ്ച് ഇത് 1 കിലോ കൊഞ്ച്. ഇത് കായലിലാണ്, ഫ്രഷ് കൊഞ്ചാണ്.
ശരിക്കും നല്ല ക്രിസ്പി ആയിട്ട് നല്ല ഒരു കരികരിപ്പായിട്ട് തന്നെയാണ് വറുത്തിരിക്കുന്നത് ചെറിയ ഉള്ളി. പിന്നെ എണ്ണ ഇച്ചിരി കൂടെ കൂടുതൽ ഒഴിച്ചു കൊടുക്കണം, കാര്യം നല്ലതായിട്ട് ഒരു ബ്രൗൺ കളറായിട്ട് ഗോൾഡൻ ബ്രൗൺ. അതിലേക്ക് കൊഞ്ചും കൂടി ചേർക്കും. ഈ എണ്ണയിലും ഉള്ളി, വറുത്ത ഉള്ളി ഇതെല്ലാം കിടന്നിട്ടാണ് ഈ കൊഞ്ച് വേകുന്നത്. ടൊമാറ്റോ ഈ സമയത്തത് അല്ലേ? ഓക്കെ, ടൊമാറ്റോയുടെ പീസസും കൂടി ഇടാൻ പോകും. ഇത് എത്ര, ഒരു ടൊമാറ്റോ അല്ലേ? രണ്ട് ചെറിയ. ഓക്കെ, ചെറിയ 2 ടൊമാറ്റോ നീളത്തിലരിഞ്ഞത് അതും കൂടി ചേർക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ കാര്യങ്ങളും ആയിക്കഴിഞ്ഞു. ഉള്ളി നല്ലതായിട്ട് മൊരിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കൊഞ്ച് കഴുകി വൃത്തിയാക്കിയത് ചേർത്തു. അത് കഴിഞ്ഞിട്ട് ടൊമാറ്റോ, 2 ചെറിയ ടൊമാറ്റോ നീളത്തിലായി. ഇനി പാത്രം അടച്ചിട്ടിട്ട് വേവിക്കണം. ഇനി ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. കൊഞ്ചല്ലേ, കൊഞ്ച് ഒരുപാട് നേരം വേവിച്ചാൽ റബ്ബർ പോലെ ആയിപ്പോൾ. അതുകൊണ്ട് ഒരു കറക്റ്റ് പാകത്തിന് തന്നെ വേവിച്ചത്. ഇത് ഇവിടെ എത്ര സമയമാണ് സാധാരണ കൊടുക്കുക? നമ്മളെല്ലാം അടുപ്പിലാണ് വെക്കുന്നത്. ഗ്യാസ് അല്ല, സാധാരണ വിറകടുപ്പാണ് അല്ലേ? വിറകടുപ്പിലാണ് സാധാരണ വെക്കുന്നത്. ഇതിപ്പോൾ നമ്മൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഗ്യാസിൽ തന്നെ ചെയ്ത് കാണിക്കുന്നത്. ഒരു ചെറിയ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാകും. കാര്യം ഒരു കുട്ടിയുടെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. ഒരു 10 മുതൽ 15 മിനിറ്റ് സമയം കൊണ്ട് കൊഞ്ച് പാകത്തിന്. അത് കഴിഞ്ഞിട്ടാണ് പൊടികൾ.